ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഇൻഡോർ പ്ലാന്റ്സിനെ വളരെ ഇഷ്ടമാണ്. സാധാരണ ഗാർഡൻ പ്ലാന്റ്സ് വളർത്താത്തവർ പോലും ഇൻഡോർ പ്ലാന്റ്സ് വളർത്താൻ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മൾ എവിടെ പോയിരുന്നാലും നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഇൻഡോർ പ്ലാന്റ്സ് വീട്ടിൻ്റെ അകത്ത് നല്ല ഒരു ഒരു എലഗൻസ് കൊണ്ടുവരുന്നു. നല്ലൊരു ഗ്രീൻ ഇൻഡോർ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. ലെസ് മെയിൻ്റനൻസ് ആണ്, എന്നാൽ അതിനെ കെയർ ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ അത് ഇൻഡോർസ് സർവൈവ് ചെയ്യുള്ളൂ. അതൊക്കെ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്. ഇനി ഏതൊക്കെ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ആണ് നമ്മൾ ഇൻഡോറിൽ വളർത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു സെഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സെഷനിൽ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ ലെമൺ. നല്ല ലെമണിൻ്റെ കളറിലൊക്കെയുള്ള ലീഫാണ് അതിനുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഫിലോഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ളതും ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഈ ഫിലോഡെൻഡ്രോൺ ലെമൺ. ആ ലീഫിൻ്റെ ഒരു ഭംഗി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഗ്രീൻ ആൻഡ് യെല്ലോ ഒരു കോമ്പിനേഷൻ, ഒരു നല്ല ഭംഗിയുള്ള ലീവ്സ് തന്നെയാണ്. അപ്പോൾ ഇൻഡോർസിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് ബെസ്റ്റ് പ്ലാന്റിൽ ഒന്നാണ് ഈ ഫിലോഡെൻഡ്രോൺ ലെമൺ. ഫിലോഡെൻഡ്രോണിൻ്റെ വേറെയും ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സെഷനിൽ പല തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ പരിചയപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു സെഷൻ മിസ് ചെയ്യാതെ കാണുക. ട്രിപ്പ് ടു മൈ ഗാർഡൻ്റെ ഷോർട്ട് വീഡിയോ സെഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് ഡോണ്ട് മിസ് ദി സെഷൻ. ഈ പ്ലാന്റിനെ നമുക്ക് മണ്ണിലും വെള്ളത്തിലും വെച്ച് വളർത്തിയെടുക്കാം. മണ്ണിൽ വെച്ച് വളർത്തുമ്പോൾ വളരെ വലിയ സൈസിലേക്ക് വരും. വെള്ളത്തിൽ വെച്ച് വളർത്തുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് വളർത്താനായിട്ട് പറ്റും. അപ്പോൾ ഇൻഡോറിൽ വയ്ക്കുമ്പോൾ വെള്ളത്തിൽ വെച്ച് വളർത്തുന്നതാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇനി മണ്ണിൽ വെച്ച് വളർത്തുന്നുവെങ്കിൽ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ബുഷ് ആക്കി നിർത്താനായിട്ട് സാധിക്കും. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്, 2 ആഴ്ചയിലൊരിക്കൽ. അപ്പോൾ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ നിർത്തേണ്ടതായിട്ടുണ്ട്. വൺസ് ഇൻ എ ഫോർട്ട്നൈറ്റ് അതിൻ്റെ ലീഫൊക്കെ നല്ല തുണി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. എക്സ്ട്രാ ഗ്രോത്ത് ഉള്ള പാർട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ആഴ്ചയിലൊരിക്കൽ വെള്ളം മാറ്റുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ കെയറും ഗ്രോത്ത് കണ്ടീഷൻസും ഒക്കെ പറയുന്നുണ്ട്. ഇനി വേറെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാം.